السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ അടയാളങ്ങളെ സംബന്ധിച്ചുള്ള വിവരണത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൻ യുഹദ്ദിസുൽ ഖൗമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ സഹാബിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ജാഅഹു അഅറാബിയുൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ കയറി വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദീസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു, ഒന്നും മറുപടി പറയുന്നില്ല. ഫഖാല ബഅദുൽ ഖൗമി, അപ്പോൾ ചില സഹാബിമാര് പറഞ്ഞു, സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ടെന്തായാലും, പക്ഷേ ആ ചോദ്യം അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിക്കാത്തത് എന്ന് ചിലർ പറഞ്ഞു. ഫഖാല ബഅദുഹും, വേറെ ചിലർ പറഞ്ഞു, അങ്ങനെയല്ല, ബൽ ലം യസ്മഅ, അതല്ല കാര്യം, അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടില്ലായിരിക്കാം. അങ്ങനെ ഹത്താ ഇദാ ഖദാ ഹദീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംസാരം അങ്ങ് തീർന്നപ്പോൾ ഖാല, അവിടുന്ന് ചോദിച്ചു, ഐന സ്സായിലു അനിസ്സാഅ, ഐന സ്സായിലു അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള ചോദ്യകർത്താവ് എവിടെ? ആരാണ് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചത്? അയാൾ എവിടെ? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാ അനദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാനിവിടെയുണ്ടല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം കേട്ടിട്ടുണ്ട്. അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്, ഇദാ ദുയ്യിഅത്തിൽ അമാനതു
ഫൻതളിരി സ്സാഅ, അമാനത്ത് നഷ്ടപ്പെടുത്തപ്പെട്ട് കണ്ടാൽ, അമാനത്തുകൾ പാഴാക്കപ്പെട്ടതായി കണ്ടാൽ ഫൻതളിരി സ്സാഅ, നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. ഖാല, എന്നിട്ട് അവിടുന്ന് തന്നെ ചോദിച്ചു, വകൈഫ ഇളാഅതുഹാ, എങ്ങനെയാണ് അതിന്റെ നഷ്ടപ്പെടൽ? അമാനത്ത്, വിശ്വസ്തത, സത്യസന്ധത, ഇതൊക്കെ നഷ്ടപ്പെടൽ എങ്ങനെയാണ്? ആലാപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിരി സ്സാഅ, കാര്യങ്ങൾ അതിന്റെ അർഹരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതായാൽ ഫൻതളിരി സ്സാഅത, അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചോളണം. അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചോളണം. എപ്പോൾ? കാര്യങ്ങൾ അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അമാനത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ? അമാനത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിശ്വസ്തത എന്നാണ്. ഒരാള് മറ്റൊരാളെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുകയും ആ ആളെ ഏറ്റെടുക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും അമാനത്ത് എന്ന് പറയപ്പെടുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമാണ് പലപ്പോഴും അമാനത്തായ വസ്തുക്കൾ അല്ലെങ്കിൽ അമാനത്ത് എന്ന് പറയപ്പെടാറുള്ളത്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് വിശാലമായ ആശയമാണ് ഉൾക്കൊള്ളുന്നത്. അതാ ഒരാളുടെ വിശ്വസ്തത അയാളുടെ ഖൽബിൽ നിന്ന് പോവുകയാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളും ലോകത്തില്ലാത്ത അവസ്ഥ വരികയാണ്. അത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മനുഷ്യനതാ ഏറ്റവും വലിയ അമാനത്ത് ഏറ്റെടുത്തവനാണ്. തന്റെ റബ്ബിങ്കൽ നിന്ന് വലിയ അമാനത്ത് ഏറ്റവരാണ് ഞാനും നിങ്ങളുമൊക്കെ. മനുഷ്യരോടതാ അല്ലാഹുവിന്റെ ഒരുപാട് കൽപ്പനകളുണ്ട്, അരുതെന്ന് പറഞ്ഞിട്ടുള്ള കുറെ നിരോധങ്ങളുണ്ട്. അതൊക്കെയും റബ്ബ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. എത്ര ഭാരിച്ച അമാനത്താണ് നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ആകാശങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ച അമാനത്ത്, ഭൂമി ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അമാനത്ത്, പർവ്വതങ്ങൾ പോലും ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും പേടിപ്പെടുകയും ചെയ്ത അമാനത്താണ് മനുഷ്യൻ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, അല്ലാഹു അക്കാര്യം പറയുന്നു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. നിശ്ചയമായും അമാനത്തിനെ നാം പ്രകടമാക്കി, അമാനത്തിനെ നാം പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു, ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അലസ്സമാവാതി വൽ അർദി വൽ ജിബാലി, ആകാശഭൂമികളോടും പർവ്വതങ്ങളോടുമൊക്കെ ഏറ്റെടുക്കാൻ നാം ക്ഷണിച്ചു, ആവശ്യപ്പെട്ടു. ഫഅബൈന അൻ യഹ്മിൽനഹാ, ഇത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവയൊന്നും സമ്മതിച്ചില്ല, അവയൊക്കെയും വിസമ്മതിക്കുകയാണ്. വഅശ്ഫഖ്ന മിൻഹാ, അതിനെക്കുറിച്ചവർ വേവലാതിവുണ്ടോ, അതിനെക്കുറിച്ചവർ ഉത്കണ്ഠാകുലരായി. എങ്ങനെയാണ് ഭൂമികളും പർവ്വതങ്ങളുമൊക്കെ വിസമ്മതിക്കലും ഉത്കണ്ഠാകുലരാകലും എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അല്ലാഹു പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ വഹിക്കുകയും ചെയ്തു, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റെടുത്ത മനുഷ്യരിൽ അധിക പേരുടെയും സ്ഥിതി എന്താണ്? ഇന്നഹു കാന ളലൂമൻ ജഹൂലാ, നിശ്ചയം മനുഷ്യൻ വളരെ അക്രമിയാണ്, വിവരക്കേടുള്ളവനുമാണ്. നോക്കൂ നിങ്ങൾ, അമാനത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ അല്ലാഹുവിങ്കൽ നിന്ന് ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകൾ, അത് ഏറ്റവും പരമപ്രധാനമായ അമാനത്താണ്. നിർബന്ധമായും നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഇസ്ലാമികമായ നിർബന്ധ കാര്യങ്ങൾ, അരുതെന്ന് പറഞ്ഞിട്ടുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ അതേ രൂപത്തിൽ കൈയാളാൻ ഏൽപ്പിക്കപ്പെട്ട ആ നിലക്ക് അമാനത്തിന്റെ ഏറ്റവും വലിയ ഭാരം പിരടിയിൽ ഏൽപ്പിക്കപ്പെട്ട ഏറ്റെടുത്തവരാണ് ഞാനും നിങ്ങളും. ഈ അമാനത്ത് കാത്തുസൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്.
അതുപോലെ തന്നെ പടച്ചവനും പടപ്പുകളും തമ്മിൽ മാത്രമല്ല, പടപ്പുകൾ തമ്മിലും അമാനത്തുണ്ട്. ഞാനൊരാളെ സൂക്ഷിച്ചൊരു കാര്യം വസ്തുവിനെ ഏൽപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഒരാളോട് സ്വകാര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഏത് കാര്യമാകട്ടെ പരസ്പരം വിശ്വസിച്ചുകൊണ്ട് ഒരാളെ ഏൽപ്പിക്കുകയും അയാളത് വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്ത കാര്യങ്ങൾക്കും അമാനത്തെന്ന് പറയും. അതുപോലെ തന്നെ സ്വന്തം ദേഹങ്ങളോട് പാലിക്കേണ്ടുന്ന കുറെ അമാനത്തുകളുണ്ട്, കുറെ കടമകളുണ്ട്. അങ്ങനെ അമാനത്തെന്ന് പറയുമ്പോ വളരെ വിശാലമായ ആശയമാണ് അതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതാ സ്വഹാബത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മാ ഖതബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല, ഇല്ലാ ഖാല അവിടുന്ന് പറഞ്ഞിട്ടല്ലാതെ, അഥവാ അവിടുത്തെ മിക്ക പ്രഭാഷണങ്ങളിലും അവിടുന്ന് ഇത് പറയാറുണ്ട് എന്നാ സഹാബി പറയുന്നത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല കേട്ടോ, വിശ്വസിക്കാൻ കൊള്ളാത്തവന് ഈമാനില്ല കേട്ടോ. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാറുകൾ പാലിക്കാത്തവന് ദീനില്ല. അപ്പൊ അമാനത്തിന്റെയും കരാറുകളുടെയും ഉടമ്പടികളുടെയും ഒക്കെ കാര്യം ഇസ്ലാമിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തിക്കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്. എന്നാൽ അത്രത്തോളം ഏറ്റവും കാത്തുസൂക്ഷിക്കാൻ, ഈമാൻ പോലെ കാത്തുസൂക്ഷിക്കാൻ പറഞ്ഞ ഈ അമാനത്തെന്ന് പറയുന്ന ഗുണം അതിതാ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുന്ന കാലഘട്ടം വരുമെന്നാണ് പറയുന്നത്. ഒറ്റയടിക്കങ്ങ് അമാനത്ത് ലോകത്ത് നിന്ന് ഉയരപ്പെടലല്ല, മറിച്ചത് ഘട്ടം ഘട്ടമായി കൊണ്ടതിങ്ങനെ കുറേശ്ശെ അമാനത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, സ്വഹാബിമാര് ജീവിച്ച കാലഘട്ടത്തിൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ എത്രയോ വർഷങ്ങൾ പിന്നിട്ട നമ്മുടെ കാലത്തെ സ്ഥിതി എന്തായിരിക്കണം? നിങ്ങൾ നോക്കൂ, സഹാബിയായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസൈൻ, രണ്ട് ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു. ഖദ് റഅയ്തു അഹദഹുമാ, രണ്ടിൽ ഒന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. വഅന അൻതളിറുൽ ആഖറ, മറ്റേത് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹദ്ദസനാ അവിടുന്ന് എന്താണ് പറഞ്ഞത്? അന്നൽ അമാനത നസലത് ഫീ ജിദ്രി ഖുലൂബിർ റിജാലി, അതാ വിശ്വാസം, ഈമാനുള്ളവർക്കല്ലേ അമാനത്ത് സൂക്ഷിക്കാൻ കഴിയൂ, ഈമാനുള്ളവനല്ലേ അമാനത്ത് നിലനിർത്താൻ കഴിയൂ, അവനെയല്ലേ വിശ്വസിക്കാൻ കൊള്ളുകയുള്ളൂ. അപ്പൊ മനുഷ്യന്റെ പ്രകൃത്യാ തന്നെയുള്ള ഒരു സ്വഭാവമാണ്, വിശ്വസിക്കാവുന്ന ഒരു നിലവാരത്തിലാണ് മനുഷ്യനെ പടക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് മനുഷ്യരുടെ അവസ്ഥയുണ്ടായിരുന്നത്. അങ്ങനെ വനസലൽ ഖുർആനു, പരിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങി. ഫഖറഊ മിനൽ ഖുർആൻ, അങ്ങനെ നല്ലവരായ ഈ മനുഷ്യന്മാര് ഖുർആൻ പഠിച്ചു. വഅമിലൂ മിനസ് സുന്നത്തി, സുന്നത്തിൽ നിന്നവര് കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ആ നല്ലൊരു കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആ അമാനത്തിന്റെ ഉയർച്ചയെ സംബന്ധിച്ചു പറയുകയുണ്ടായി. ഈ അമാനത്താണ് പോകും എന്നാ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുർഫഉൽ അമാന, അമാനത്തുയർത്തപ്പെടും, അമാനത്തുയർത്തപ്പെടും. വിശ്വസിക്കാവുന്ന, നമുക്കൊരു കാര്യത്തിന് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന, ഒരു കടയിൽ ചെന്നാൽ എന്നെ വഞ്ചിച്ചില്ലെന്ന് പറയാവുന്ന, ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാമെന്ന് കൊള്ളാവുന്ന ആളുകളെ സംബന്ധിച്ചാ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ ആ അമാനത്തം ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ ഒരാൾ ഉറങ്ങി, അയാൾ എഴുന്നേൽക്കുമ്പോഴേക്ക് അയാളുടെ കൽബിൽ നിന്ന് അമാനത്ത് പോയി, അയാളുടെ കൽബിൽ നിന്ന് അമാനത്ത് പോയി. അങ്ങനെ അതാ അയാളിൽ ഒരു കറുത്ത പുള്ളി മാതിരി അമാനത്തിന്റെ അല്പം അവശേഷിക്കുകയാണ്. പിന്നൊരിക്കൽ കടന്നുറങ്ങുമ്പോഴേക്കതാ അയാളിലതാ അയാളുടെ ശരീരത്തിൽ അതാ അമാനത്ത് പിന്നെയും പോയി. പിന്നെ ശരീരത്തിൽ തീപ്പൊള്ളിയാലൊക്കെ ഒരു പൊള്ളം ശരീരത്തിലുണ്ടാകാറില്ലേ? കാഴ്ചക്കതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന പൊള്ളമാണ്. തീപ്പൊള്ളിയാൽ നമുക്ക് കാണാം കൈ വീർത്ത് ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ടൊരു കറുത്ത പാടോടുകൂടി, ഒരു പാടയോടുകൂടി ഇങ്ങനെ പൊള്ളച്ചു നിൽക്കുന്നത് കാണാം.
ആ ഒരടയാളം പോലെ അഥവാ ഒരു വസ്തുവാണതെന്ന് തോന്നും. വാസ്തവത്തിൽ അത് തൊട്ടുനോക്കിയാൽ അതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. ഈ കോലത്തിൽ ആളുകൾ മാറുമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുമെന്ന് തോന്നിയാൽ ആ മനുഷ്യനെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലഘട്ടം വരും. അങ്ങനെ ഫയുസ്ബിഹുന്നാസു യതബായഊൻ, ആളുകൾ എന്ത് ചെയ്യും? കച്ചവടങ്ങളിലും കൊള്ളക്കൊടുക്കകളിലുമൊക്കെ ഏർപ്പെടുന്നു. ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന, ഒരാളും അമാനത്ത് വീട്ടുന്നില്ല. ഒരാളെ സംബന്ധിച്ചും വിശ്വസിക്കാൻ കൊള്ളുന്നില്ല. ഒരു മാർക്കറ്റിൽ പോയാൽ വിശ്വസിച്ചൊരു സാധനം വാങ്ങാൻ കഴിയുന്നില്ല. ആരോടും ഒരു കാര്യം പറഞ്ഞ അമാനത്തായി ഏൽപ്പിക്കാൻ കൊള്ളുന്നില്ല. അങ്ങനെ ഇങ്ങനെ കാലഘട്ടം കഴിയും തോറും വിശ്വസിക്കാവുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അവസാനം നാട്ടിൽ ഹത്താ യുഖാല പറയപ്പെടുന്ന അവസ്ഥ വരും. ഇന്ന ഫീ ബനീ ഫുലാന റജുലൻ അമീനാ, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന ഗോത്രത്തിലതാ ഒരു വിശ്വസ്തനായ മനുഷ്യനുണ്ടത്രേ, ഒരു അമാനത്തുള്ള ഒരാളുണ്ടത്രേ ഇന്ന സ്ഥലത്ത് എന്ന് പറയപ്പെടുന്ന ഒരു കാലം വരും. ഹത്താ യുഖാല ലിർറജുൽ, അയാളെ കുറിച്ച് പറയപ്പെടും മാ ജലദഹു മാ ദറഫഹു വമാ അഖലഹു, എത്ര നല്ല ബുദ്ധിമാനാണ് അദ്ദേഹം, എത്ര വലിയ സൗഭാഗ്യവാനാണ് അദ്ദേഹം, എത്ര നല്ലവനാണ്, ബുദ്ധിമാനാണെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടും. പക്ഷേ വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, അങ്ങനെ പറയപ്പെടുന്ന മനുഷ്യന്റെ കൽബിൽ പോലും ഒരു കടുക് തരിയോളം ഈമാൻ ഉണ്ടാകില്ല. അങ്ങനെ അമാനത്തങ്ങ് ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന കാലഘട്ടം വരുമ്പോ അത് അങ്കനാളിന്റെ ലക്ഷണമാണ്. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആ സഹാബിയുടെ കാലത്തെ അവസ്ഥ അദ്ദേഹം പറയുന്നത് എന്താണ്? എനിക്കൊരു നല്ല കാലഘട്ടം ഞാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്, അഥവാ റസൂലും സഹാബത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ നല്ലതായ ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞു കടന്നുപോയി. ആ കാലഘട്ടത്തിൽ എനിക്ക് ആരോടും കച്ചവടത്തിനും ഇടപാടുകൾക്കും കൊള്ളക്കൊടുക്കുകൾക്കൊന്നും ഒരു മടിയുമുണ്ടായിരുന്നില്ല. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, മുസ്ലിമിനോട് എനിക്ക് ഇടപാട് നടത്തുമ്പോ സന്തോഷമായിരുന്നു. കാരണം അവനെന്നെ വഞ്ചിക്കില്ല, അവനെന്നെ പറ്റിക്കില്ല, അവനെന്നെ ചതിക്കില്ല. കാരണം എനിക്കവനെ വിശ്വസിക്കാം, അവൻ മുസൽമാനാണ്, അവന്റെ ദീന് അവനെ യഥാർത്ഥമായ കാര്യത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മുസ്ലിമിനോട് എനിക്ക് ഇടപാടുകളിൽ ഏർപ്പെടുന്നതിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വല ഇൻകാന നസറാനിയൻ ഔ യഹൂദിയൻ ലയറുദ്ദന്നഹു അലയ്യ സാഴി, ഇനി ഒരു നസറാനിയോടോ യഹൂദിയോടോ അക്കാലത്ത് എനിക്ക് ഇടപാട് നടത്തുന്നതിൽ ഭയമുണ്ടായിരുന്നില്ല. കാരണം ആ യഹൂദിയുടെയും നസറാനിയുടെയും മുകളിൽ മുസ്ലിമായ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുണ്ടല്ലോ. ആ ഭരണാധികാരികളെ പേടിച്ചുകൊണ്ടെങ്കിലും യഹൂദിയും നസറാനിയും വന്ന് വിശ്വസ്തനായിരുന്നു, നീതി പാലിച്ചിരുന്നു. വഅമ്മൽ യൗം, എന്നാൽ ജനങ്ങളെ ഇന്നത്തെ കാലഘട്ടം ഫമാ കുന്തു ലിയുബായിയ മിൻകും ഇല്ലാ ഫുലാനം വഫുലാനാ, നിങ്ങളിൽ ഒരാളോട് എനിക്ക് കച്ചവടം നടത്താനും കൊള്ളക്കൊടുക്ക നടത്താനും എനിക്കെന്ന് താല്പര്യമില്ല. ഇല്ലാ ഫുലാനെന്ന ഫുലാന, ഇന്ന ഇന്ന ആളുകളോടൊക്കെ അല്ലാതെ. നോക്കണം നിങ്ങൾ, സഹാബത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വരെ പിൽക്കാലത്ത് സഹാബിമാരുടെ ശേഷം വരുന്ന തലമുറയുടെ കാലഘട്ടമായപ്പോഴേക്ക് അമാനത്തുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള അമാനത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇന്നലത്തേക്കാൾ മോശമായ ഇന്നാണ് സംഭവിക്കുക, ഇന്നത്തേക്കാൾ മോശമായിരിക്കും നാളത്തെ സ്ഥിതി. ദിവസം കഴിയുന്തോറും ലോകമിങ്ങനെ മോശമായി കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് കൃത്യമായി തന്നെ പറയുന്നത്? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളില്ലാതാവും. വിശ്വസിക്കാൻ ആരെയും കൊള്ളുന്നില്ല. എവിടെ പോയാലും കളവാണ്, ചതിയാണ്, വഞ്ചനയാണ്. മാർക്കറ്റിൽ പോയാൽ നല്ല സാധനങ്ങൾ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്, മോശപ്പെട്ടതൊക്കെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒറിജിനലിന്റെ വിലയാണ് പറയുന്നത്, ഡ്യൂപ്ലിക്കറ്റാണ് വിൽക്കുന്നത്.
ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിക്കേണ്ട ഭക്ഷണം വിശ്വസിക്കാൻ കൊള്ളുന്നില്ല, മയം കലരാത്ത ഭക്ഷണം കിട്ടാനില്ല. ഇങ്ങനെ ലോകത്ത് ഏതൊരു കാര്യത്തെക്കുറിച്ചും വിശ്വസിച്ച് ഒരു കാര്യത്തിന് ഒരാളോട് പറയാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരുന്നു. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിരിസ് സാഅ. കാര്യങ്ങളതാ അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കപ്പെടുന്നത് അനർഹരാണ്. അർഹരായ ആളുകൾ പിന്തള്ളപ്പെടും. കാരണം അവിടെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഭരണാധികാരങ്ങളുമൊക്കെ അതാ നേടിയെടുക്കുന്നത് ആരാണ്? നിങ്ങൾ നോക്കൂ, ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായിട്ട് അക്കാലത്ത് കാണപ്പെടുന്നവർ മഹാഭൂരിപക്ഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു. ഇതേ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്താഅതു ഹത്താ യകൂന അസ്അദന്നാസി ബിദ്ദുനിയാ ലുക്കർ ബിൻ ലുക്കർ. ലുക്കർ എന്ന് പറഞ്ഞാൽ നിന്യൻ, നീചൻ എന്നൊക്കെയാണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാര് ലോകത്ത് നീചന്മാര്, നിന്യന്മാര്. അവർക്ക് വലിയ സൗഭാഗ്യം കാണുന്നു, അവർക്ക് വലിയ സൗകര്യങ്ങൾ കാണുന്നു, അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ കാണുന്നു. ഒക്കെ അതാ അനർഹരായ ആളുകളിലേക്ക് അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തി അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് വളരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത് അതിന് അർഹതപ്പെട്ടവരാണ്. അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തിയിട്ട് അനർഹരായ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചുകൊള്ളുക. കാരണം അമാനത്തില്ല, വിശ്വസ്തതയില്ല. ഓരോന്നും ഇസ്ലാം വെക്കേണ്ടിടത്ത് വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥാനങ്ങളെല്ലാം തകിടം മറിഞ്ഞുപോയി. പണാധിപത്യം മുന്നിലേക്ക് കയറി വരികയാണ്, സ്വേച്ഛാധിപത്യം മുന്നിലേക്ക് കയറി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, സതകൂനു അഇമ്മത്തൻ മിൻ ബഅദി യഖൂലൂന ഫലാ യുറദ്ദു അലൈഹിം യതഖാഹമൂന ഫിന്നാരി കമാ തഖാഹമുൽ ഖിറദാ. എനിക്ക് ശേഷം അതാ ചില നേതാക്കന്മാര് വരാൻ പോകുന്നു. ആ നേതാക്കന്മാരങ്ങ് പറയലാണ്. പറയുമ്പോൾ അതിനെതിരൊന്നും പറയപ്പെടാൻ പാടില്ല. അവരെന്തു പറഞ്ഞാലും എതിര് പറയപ്പെടാൻ പാടില്ലാത്ത കുറെ ആളുകൾ, ആ ചിന്താഗതിയുള്ള സ്വേച്ഛാധിപതികൾ യതഖാഹമൂന ഫിന്നാർ കമാ തഖാഹമുൽ ഖിറദാ. കുരങ്ങൻ തീയിൽ വന്ന് വീഴും പോലെ അവരതാ നരകത്തിയിൽ വന്ന് പതിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ സയകൂനു അലൈക്കും ഉമറാ യുഅഖിറൂന الصلاة عن مواقيتها ويحدثون البدع. അതാ ചില ഭരണാധികാരികൾ പിൽക്കാലത്ത് വരാൻ പോകുന്നു. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ അവർക്ക് താല്പര്യമില്ല. പുതിയ പുതിയ ബിദ്അത്തുകളും അനാചാരങ്ങളും അവർ നാടൊട്ടാകെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോ സഹാബി ചോദിക്കുകയാണ്, അത്തരം കാലഘട്ടത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യുക? എന്താണ് അതിനെതിരെ ചെയ്യേണ്ടത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ത്വാഅത ലിമൻ നസല്ലാഹ്. അല്ലാഹനെ ധിക്കരിച്ചവനെ അനുസരിക്കേണ്ടതില്ല എന്ന് വെച്ചൊരു രാജ്യത്തെ ഭരണാധികാരികൾ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെതിരെ പരസ്യമായി പടയൊരുക്കം നടത്തുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഫിത്നയുണ്ടാക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആ ബന്ധപ്പെട്ട ആളുകളോട് നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ ആ വിഷയത്തിൽ മൗനം പാലിക്കണം എന്ന നിയമമാണ് ഒരു ഭരണകൂടത്തോട് സ്വീകരിക്കേണ്ടുന്ന സമീപനമായി കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ ആവശ്യമായ ആ ഒരു സമാധാനത്തിന് വേണ്ടി ഇസ്ലാം അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ ഇല്ലാത്ത ഒരു കാലം വരുമെന്നാ പറയുന്നത്. അമാനത്ത് ഉയർത്തപ്പെടുകയാണ്. ആരും വിശ്വസ്തരല്ല. വിശ്വസ്തരായ ആളുകളൊക്കെ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടുകയാണ്. മഹാവഞ്ചകന്മാരും ചതിയന്മാരുമൊക്കെ ലോകത്ത് വലിയ വിശ്വസ്തരായും നേതാക്കളായും ഒക്കെ അറിയപ്പെടുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ കിഴുക്കാൻ തൂക്കായി നേർ വിപരീതമായി കൊണ്ട് കാര്യങ്ങൾ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതാണ് അന്ത്യനാളിന്റെ ഒരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി നോക്കൂ,
അതോടനുബന്ധമായി മനസ്സിലാക്കേണ്ട മറ്റൊരടയാളം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരടയാളമാണ് പറയുന്നത്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഇന്ന ബൈന യദൈ സ്സാഅതി അയ്യാമൻ, ഇന്ന ബൈന യദൈ സ്സാഅതി അയ്യാമൻ യുർഫഉ ഫീഹൽ ഇൽമു വയൻസിലു ഫീഹൽ ജഹ്ലു. അതാ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് ചില ദിവസങ്ങൾ വരാൻ പോകുന്നു, ചില കാലഘട്ടങ്ങൾ വരാൻ പോകുന്നു. അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പേ യുർഫഉ ഫീഹൽ ഇൽമു, ഇൽമു ആ കാലഘട്ടത്തിൽ ഉയർത്തപ്പെടും, ഇൽമു ഉയർത്തപ്പെടും, അറിവ് ഉയർത്തപ്പെടുകയാണ്. വയൻസിലു ഫീഹൽ ജഹ്ലു, ആ ഇൽമം ഉയർത്തപ്പെട്ടാൽ അക്കാലഘട്ടത്തിലെ സ്ഥാനത്ത് പിന്നെ ഇറങ്ങുന്നത് ജഹാലത്താണ്. വിവരക്കേട് ലോകത്ത് വ്യാപിക്കുകയും വിവരമുള്ള ആളുകൾ ലോകത്ത് നിന്ന് പോവുകയും ഇൽമു ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം. മറ്റൊരു റിപ്പോർട്ടിൽ അവിടുന്ന് അടയാളമായി പറയുന്നത് വയൻഖുസുൽ ഇൽമു, ഇൽമു കുറഞ്ഞു 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 വരും, ഇൽമു കമ്മിയായി വരുമെന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണം കൂടി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദി വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ ഹത്താ ഇദാ ലം യബ്ഖ ആലിമാ ഇത്തഖദ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم فضلوا وأضلوا. ഇമാം ബുഖാരി റഹിമഹുള്ളയെ പോലെയുള്ള പ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ, അല്ലാഹു ഇൽമിനെ പിടിക്കുകയില്ല, ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒറ്റയടിക്കങ്ങ് ഊരിയെടുക്കൂല ഇൽമ്. ലോകത്ത് നിന്ന് ഇൽമു പോകൽ അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞില്ലേ? ഇൽമു ലോകത്ത് നിന്ന് ഉയർന്നു പോകൽ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ എന്ന് വിവരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒരു 100 കൊല്ലം കൊണ്ടോ സംഭവിക്കുന്നതല്ലാതെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതാ ഒറ്റയടിക്കങ്ങ് ഇൽമന്തയങ്ങ് ഉയർത്തലല്ല, ഒറ്റയടിക്ക് ലോകത്ത് നിന്ന് ഇൽമിനെ അങ്ങോട്ട് മാറ്റലല്ല, മറിച്ച് അവൻ ഇൽമിനെ പിടിക്കുന്നതെങ്ങനെയാണ്? ബിഖബ്ദിൽ ഉലമാ, വിവരമുള്ള പണ്ഡിതന്മാരെ പിടിച്ചുകൊണ്ടാണ്, വിവരമുള്ള പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ്. ഇൽമുള്ള നല്ല നല്ല തഹ്ഖീഖുള്ള ആലിമീങ്ങളതാ ലോകത്ത് നിന്നങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു തീരുമ്പോ ഹത്താ ഇദാ ലം യബ്ഖ ആലിമാ, ഒരൊറ്റ ആലിമും ബാക്കിയില്ലാത്ത ഒരു കാലം വരുമ്പോ ആലിമീങ്ങള് അതാ ശരിക്ക് പഠിച്ച തഹ്ഖീഖുള്ള പണ്ഡിതന്മാരില്ല. അങ്ങനെയുള്ള പണ്ഡിതന്മാരില്ലാതാകുമ്പോ ഇത്തഹദന്നാസു റൂസൻ ജുഹാലാ, ജനങ്ങളതാ ജാഹിലീങ്ങളെ നേതാക്കന്മാരാക്കി വെക്കുന്നു. ജാഹിലീങ്ങളാണ് റഈസുകളാകുന്നത്, ജാഹിലുകളാണ് നേതാക്കളാകുന്നത്, ജാഹിലുകളാണ് ആ സ്ഥാനം കൈയടക്കുന്നത്. എന്നിട്ടതാ ഫസുഇലു, ഈ ജാഹിലുകളോടാണ് പിന്നെ മതവിധി ചോദിക്കപ്പെടുന്നത്, ഈ ജാഹിലുകളോടാണ് പിന്നെ മതവിധി അന്വേഷിക്കപ്പെടുന്നത്. അങ്ങനെ അവരോട് മതവിധി ചോദിച്ചാലോ അറിയാത്തത് അറിയില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനുള്ള ഈമാൻ പോലും അവർക്കുണ്ടാകില്ല. അറിവുള്ളതല്ലേ എനിക്ക് സംസാരിക്കാനൊക്കൂ, എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാൽ എനിക്കെന്താണ്, അറിയാത്തത് ഞാൻ പറയൂല. കാരണം ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ്, നിനക്കറിയാത്തതിനെ സംബന്ധിച്ച് നീ പറഞ്ഞു പോകരുത്.
കാരണം നിന്റെ കാതും നിന്റെ കണ്ണും അതാ നിന്റെ ഹൃദയവുമൊക്കെ എല്ലാം പരലോകത്ത് ചോദിക്കപ്പെടുമല്ലോ. നാവനക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണ്ടേ, കണ്ണയച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയണ്ടേ, കാതുകൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മറുപടി പറയണ്ടേ. ഉത്തരവാദിത്ത ബോധമില്ലാതെ എന്തും വിളിച്ചു പറയല്ല, എന്തിലും ഇടപെടല്ല. ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞതാണ്, മിൻ ഹുസ്നി സിലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിൽപ്പെട്ടതാണ്, ഒരാളുടെ ഇസ്ലാം നന്നായ ലക്ഷണമാണ് എന്ത്? തർക്കുഹു മാ ലാ യഅനീഹി, തനിക്കാവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കൽ, തനിക്കാവശ്യമില്ലാത്തതിനെ വിട്ടുകളയൽ. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നായതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്വഭാവം ലോകത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. എന്തിലും കയറി ഫത്വ പറയുകയാണ്, എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുകയാണ്. വിഡ്ഢിയാണവൻ, ഖുർആനവൻ അറിഞ്ഞുകൂടാ, ഹദീസ് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ വിചാരിക്കുന്നു ഞാൻ വലിയ നേതാവാണെന്ന്, ഞാൻ എല്ലാത്തിന്റെയും മേലെയാണെന്ന്, ഞാൻ പറഞ്ഞതിന് ചോദ്യം ചെയ്യപ്പെട്ടുകൂടെന്ന്. ആ നിലക്കുള്ള ആ ഒരു പ്രത്യേകമായ അവസ്ഥ വരുമ്പോ ആളുകൾ അവനെ നേതാവായി കാണുകയാണ്. എന്നിട്ട് അവനോടാ ചോദിക്കുന്നത്, ഒരു വിവരവുമില്ലാതെ അത്തരക്കാര് ഫത്വ കൊടുക്കുന്നു. ആ കാലഘട്ടം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജാഹിലീങ്ങൾ ഫത്വ കൊടുക്കുക. പമ്പര വിഡ്ഢിയും ഒരു ഇൽമുമില്ലാത്തവൻ ഫത്വ കൊടുക്കാണ്, എന്തിലും കയറി അഭിപ്രായം പറയാണ്. അത് ഹലാലാണ്, ഇത് ഹറാമാണ്, ഇത് പറ്റും, ഇത് പറ്റില്ല, അത് പറ്റില്ല എന്ന് പറയുന്നവനെ പറ്റില്ല. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞവൻ ഫത്വയുടെ വല, അവൻ ഇഷ്ടം പോലെ ഇങ്ങനെ ഫത്വ കൊടുക്കുകയാണ്. ആ കാലഘട്ടം വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫളല്ലോ, ആ കൊടുത്ത ഫത്വ കൊടുത്ത അവൻ പിഴച്ചുപോയി, വഅദല്ലോ, അവർ പഴപ്പിക്കുകയും ചെയ്തല്ലോ. സ്വന്തം പഴച്ചു എന്ന് മാത്രമല്ല, ഈ ജഹാലത്തിന്റെ മറുപടിയിലൂടെ അവൻ മറ്റുള്ളവരെയും പഴപ്പിച്ചല്ലോ. ഈ ഒരവസ്ഥ വന്നു ചേരുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ ഗൗരവത്തോടെ ഉൾക്കൊണ്ട സഹാബിമാര് പറയുന്നത് നോക്കൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അലൈക്കും ബിൽ ഇൽമി ഖബ്ല അൻ യുഖ്ബലാ. ഇൽമ പിടിക്കപ്പെടുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഇൽമ നേടിക്കോളൂ ജനങ്ങളെ. ഇൽമ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്നതിന്റെ മുമ്പ് ഇൽമ നേടിക്കോളണം. എങ്ങനെയാണത് പിടിക്കപ്പെടൽ? റിഹാബു അഹ്ലിഹി, ആലിമീങ്ങൾ പോകലാണ്. ആലിമീങ്ങൾ ലോകത്ത് നിന്ന് ഇല്ലാതെയാകും, ആലിമീങ്ങൾ ലോകത്ത് നിന്ന് ഇല്ലാതെയാകും. അങ്ങനത്തെ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പേ ഇൽമ നേടിക്കോളണം ജനങ്ങളെ. സഹാബിയായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറയാണ്, ലാ യസാലുന്നാസു സാലിഹീന മുതമാസികീന മാ അതാഹുമുൽ ഇൽമു മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വമിൻ അകാബിരിഹിം ഫഇദാ അതാഹും മിൻ അസാഗിരിഹിം ഹലകൂ. ജനങ്ങളതാ സഹാബത്തിലെ പ്രഗൽഭരായ സഹാബിമാരിൽ നിന്ന്, അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളും അവര് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളുമൊക്കെ മുറുകെ പിടിക്കുന്നിടത്തോളം സാലിഹീങ്ങളായി തന്നെ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നാശമാണ്, അല്ലെങ്കിൽ നാശമാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയോട് ചോദിക്കപ്പെടുകയുണ്ടായി ഒരിക്കൽ, മാ അലാമത്തു ഹലാക്കിൻ നാസി, ആളുകൾ നശിച്ചു പോകുന്നതിന്റെ, ആളുകൾ ഹലാക്കിലാകുന്നതിന്റെ ലക്ഷണമൊന്ന് പറയാമോ? ആളുകൾ നശിച്ചു പോകുന്നതിന്റെ ലക്ഷണമൊന്ന് പറയാമോ? ഖാല, മഹാനവറുകൾ മറുപടി കൊടുക്കുന്നു, ഇദാ ഹലക ഉലമാഉഹും, ഇദാ ഹലക ഉലമാഉഹും, ഒരു സമുദായത്തിലെ പണ്ഡിതന്മാര് നശിച്ചാൽ ആ സമുദായം നശിച്ചുപോയി. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഇമാം സുഫിയാൻ സൗരി റഹിമഹുള്ള പറയുന്നു, തഅവ്വദൂ ബില്ലാഹി മിൻ ഫിത്നത്തിൽ ആബിദിൽ ജാഹിലി വഫിത്നത്തിൽ ആലിമിൽ ഫാജിരി ഫഇന്ന ഫിത്നതഹുമാ ഫിത്നത്തുൽ ലികുല്ലി മഫ്തൂൻ. എന്താ അദ്ദേഹം പറയുന്നത്? തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചോളണം, അല്ലാഹുവിനോട് നിങ്ങൾ അഭയം തേടിക്കൊള്ളണം. മിൻ ഫിത്നത്തിൽ ആബിദിൽ ജാഹിലി,
വിവരം കെട്ട ആരാധിക്കുന്ന വിവരം കെട്ട ആബിദിന്റെ ഫിത്നയിൽ നിന്ന് കുറെ ഇബാദത്തെടുക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. പക്ഷേ അവർ ജാഹിലീങ്ങളാണ്. അവരുടെ ഫിത്ന കണ്ട് അവരുടെ ഫിത്നയിൽ പെട്ടുപോകരുത്. കാരണം കുറെ ഇബാദത്തെടുക്കുന്ന ആളുകൾ ഇങ്ങനെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ജാഹിലാണവൻ. അവൻ ഇസ്ലാമിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. പക്ഷേ അവനതാ കുറെ നിസ്കരിക്കുന്നു, കുറെ നോമ്പെടുക്കുന്നു, കുറെ ആചാരങ്ങൾ അവൻ ചെയ്യുന്നു. അവനിലൂടെ ഒരു ഫിത്ന വരാനുണ്ട്. ആളുകൾ വിചാരിക്കും പടച്ചോനെ പേടില്ല ആളല്ലേ, അപ്പൊ അയാളില്ലാത്തത് ചെയ്യുവോ, അയാളില്ലാത്ത നിസ്കാരം ഉണ്ടാക്കുവോ, അയാളില്ലാത്ത ദിക്റ് ചൊല്ലുവോ. അങ്ങനെ ജാഹിലായ ആബിദിനെ കൊണ്ട് ഫിത്ന ഈ സമുദായത്തിന് വരാനുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അല്ലാഹുവോട് കാവൽ തേടിക്കൊള്ളണം. അതേപോലെ വഫിത്നത്തുൽ ആലിമിൽ ഫാജിരി, വഫിത്നത്തുൽ ആലിമിൽ ഫാജിരി, ആലിമീങ്ങളുടെ ഫിത്നയിൽ നിന്നും നിങ്ങൾ കാവൽ തേടിക്കൊള്ളണം. അവൻ എങ്ങനത്തെ ആലിമാണൽ ഫാജിർ, തെമ്മാടിയായ ആലിമാണ്. അവൻ ഇൽമു കൊണ്ടവൻ ഉപകാരമില്ല, ഒരു ചുക്കും അവൻ പ്രവർത്തിക്കുന്നവനല്ല. അത്തരത്തിലുള്ള ആലിമീങ്ങളുടെ ഫിത്നയിൽ നിന്നും കാവൽ തേടിക്കൊള്ളണം. എല്ലാ ഫിത്നയേക്കാളും മികച്ചതാണ് അവരുടെ ഫിത്ന എന്നാ പറയുന്നത്. അപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമാണ് ലോകത്ത് ആവശ്യം. ഇൽമു കൊണ്ടല്ലേ മനുഷ്യന് നന്നാകാൻ കഴിയൂ. അതുകൊണ്ടല്ലേ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇൽമു നമ്മളൊക്കെ നേടിയിരിക്കണം. കാരണം എന്താണ്? ബിഹി തൂസലുൽ അർഹാമു വയുറഫുൽ ഹലാലു മിനൽ ഹറാമി വഹുവ ഇമാമുൻ വൽ അമലു താബിഉഹു വയുൽഹിമുഹു സുഅദാഉ വയുഹരിമുഹുൽ അഷ്ഖിയാ. ഇൽമു കൊണ്ടാണ് കുടുംബബന്ധങ്ങൾ ചേർക്കപ്പെടുന്നത്. കുടുംബബന്ധങ്ങൾ ചേർക്കപ്പെടണമെങ്കിൽ അതിന് ഇൽമു വേണം. ഹലാല് ഹറാമുകൾ വേർതിരിച്ചറിയപ്പെടണമെങ്കിൽ ഇൽമു വേണം. അതാണ് ഇമാമ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ് മുന്നിലുണ്ടാകേണ്ടത്. വൽ അമലു താബിഉഹു, പ്രവൃത്തി അതിനെ തുടർന്നുകൊണ്ടല്ലേ വരേണ്ടത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഇമാമായിട്ടുണ്ടാകേണ്ടത് അതിനെക്കുറിച്ചുള്ള അറിവാണെന്നർത്ഥം. വയുൽഹിമുഹു സുഅദാ, അല്ലാഹുവിന്റെ അടിമകളിൽ മഹാഭാഗ്യവാന്മാർക്ക് അല്ലാഹ് അത് തോന്നിപ്പിച്ചു കൊടുക്കും. വയുഹരിമുഹുൽ അഷ്ഖിയാ, ഭാഗ്യം കെട്ടവർക്ക് ഇൽമിൽ നിന്ന് തടയപ്പെടും. ഭാഗ്യം കെട്ടവർക്ക് ഇൽമ കിട്ടൂല. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവ്, ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് മനുഷ്യൻ നേടിയിരിക്കൽ നിർബന്ധമായ ആ അറിവ് ഒരാൾ നേടുന്നുവെങ്കിൽ അവൻ വല്ലാത്ത ഭാഗ്യമാണ് അവൻ നേടിയെടുക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹിനെ പറ്റിയുള്ള അറിവ് ഏറ്റവും വലിയ ഒരു അറിവാണ്. അള്ളാഹു ആരാണ്, അള്ളാഹിന്റെ നാമങ്ങള്, അവന്റെ ഗുണങ്ങള്, അവന്റെ പ്രവൃത്തികൾ, അവന്റെ വാക്കുകൾ, അവന്റെ ആ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യൽ, ആ രൂപത്തിൽ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി നിലനിർത്തൽ, റബ്ബിന്റെ മുമ്പിൽ വിനീതനാകൽ, അവന്റെ അവയവങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ അനുസരണ ബോധത്തോടുകൂടി കീഴ്പ്പെടുത്തൽ, ഹലാല് ഹറാമുകളെ മനസ്സിലാക്കൽ, തൗഹീദിനെയും സുന്നത്തിനെയും ഇസ്ലാമിക ശരീഅത്തിനെയും ഇബാദത്തുകൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന അഹ്കാമുകളും എല്ലാം അറിഞ്ഞിരിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഫർള് ഐനാണ്. അതറിയണ്ടേ? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇൽമുണ്ട്. ഇൽമെന്ന് പറയുന്നത് രണ്ട് നിലക്കുണ്ട്. എല്ലാവരും അറിയൽ നിർബന്ധമായത് അതെല്ലാവരും പഠിച്ചോളണം, അല്ലാത്തവരൊക്കെ കുറ്റക്കാരാണ്. വേറെ ചില ഇൽമുകളുണ്ട്, ദുന്യവിയായ ഇൽമുകൾ, ദുന്യവിയായ ചില ഇൽമുകളുണ്ട്. അതെല്ലാവരും പഠിച്ചോളണം നിർബന്ധമല്ല. ലോകത്തെല്ലാവരും ഡോക്ടർമാരാവണ്ട, എല്ലാവരും എഞ്ചിനീയർമാരാവണ്ട, എല്ലാവരും കച്ചവടം പഠിക്കണ്ട, എല്ലാവരും കൽപ്പണി പഠിക്കണ്ട, എല്ലാവരും ഓരോ രൂപത്തിലുള്ള പ്രവൃത്തികളുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി. അതല്ലാത്ത മനുഷ്യന്റെ ഖബറിൽ രക്ഷ കിട്ടാൻ, സ്വർഗത്തിൽ അവനെ എത്തിക്കാൻ, നരകാഗ്നിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഇൽമുകൾ അത് ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമായ ഇൽമാണ്. ആ ഇൽമാണ് ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് എത്രയാണ് മുഫ്തികൾ, എത്രയാണ് ഫത്വ നൽകുന്നവർ. അതാ ഇൽമുള്ള പണ്ഡിതന്മാർ ഓരോ കൊല്ലവും മരിച്ചു തീരുകയാണ്. മുൻഗാമികളായ തഹ്ഖീഖ് ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഓരോന്ന് മരണപ്പെട്ടു പോകുമ്പോ പകരം ആ സ്ഥാനത്തേക്ക് കൊള്ളാവുന്ന കേൾപ്പുള്ള പണ്ഡിതന്മാർ
ലോകത്തുണ്ടാകുന്നില്ല. അങ്ങനെ നല്ലവരായ ആലിമീങ്ങളൊക്കെ അങ്ങനെ മരിച്ചു തീരുമ്പോ ഈ ലോകം വിവരം കെട്ട ആളുകളെ നേതാക്കളാക്കുമ്പോ പിന്നീട് അവരാണ് ഫത്വ നൽകുക. അവരും പഴച്ചു, മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്തു എന്ന കാലഘട്ടം. അതാണ് അന്ത്യനാളിനോട് അടുക്കും തോറും ഇൽമു ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരുന്നു. അതിനോടാർക്കും താല്പര്യമല്ല, അത് പഠിക്കാൻ താല്പര്യമില്ല. ഇസ്ലാമിന്റെ വിശ്വാസം പഠിക്കുകയോ ഇസ്ലാമിന്റെ കർമ്മം പഠിക്കുകയോ എന്താ പതൊക്കത്ര പറയാനുള്ളത്, എന്താ പതൊക്കത്ര വിശദീകരിക്കാനുള്ളത്, അതിലൊന്നും ഒരു താല്പര്യമല്ല. അതേ അവസരത്തിൽ ദുന്യാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി എത്ര ഫീസ് മുടക്കിയിട്ടും പഠിക്കാൻ സന്നദ്ധരാണ്, എവിടെ പോയി പഠിക്കാനും സന്നദ്ധരാണ്. അതേ അവസരത്തിൽ ദീനിന്റെ ഒരു കാര്യം പഠിക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മൾ പറയും എനിക്ക് തിരക്കാണ്, എനിക്ക് ബിസിയാണ്, എനിക്കതിന് അവിടെ പോണം, ഇവിടെ പോണം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഒക്കെ ഏത് പറയുമ്പോഴാ? ഖുർആൻ പഠിക്കാൻ വിളിച്ചാൽ, ഹദീസ് പഠിക്കാൻ വിളിച്ചാൽ, ഇസ്ലാമിക വേദികളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ നമുക്ക് തിരക്കാണ്. ഇൽമുയർത്തപ്പെടും. പിന്നീട് ജഹാലത്താണ് ലോകത്തിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇതിന് നമ്മൾ ഉത്തരവാദികളാകണോ? അല്ലാഹുവിന്റെ അടുക്കൽ നാം ഉത്തരം പറയേണ്ടി വരും. തനിക്കനിവാര്യമായ ഇൽമു ഞാൻ നേടിയിട്ടില്ലെങ്കിൽ ഖുർആൻ പോലും ഓതാനറിയാത്ത എത്രയോ ആളുകൾ ജീവിച്ചു മരിച്ചു പോവുകയാണ്. അവരിന്ന് വരെ ഖുർആൻ എടുത്തിട്ടില്ല, ഖുർആൻ അവർക്ക് ഓതാനറിയില്ല, അതിലെ ആശയങ്ങളെ പറ്റി ഒരു പിടിപാടുമില്ലാതെ അവർ മരിച്ചു പോവുകയാണ്. ഖുർആനോ അവർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു താനും, എന്നിട്ടും അതിന് ശ്രദ്ധയില്ലാത്ത, അങ്ങനെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടം വരികയാണ്. അന്ത്യനാളിനോട് അടുക്കും തോറും യുർഫഉൽ ഇൽമു, അതാ ഇൽമു ഉയർത്തപ്പെടുകയും വയൻസിലു ഫീഹൽ ജഹ്ലു, ജഹാലത്ത്, അജ്ഞത ആ സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇത് അന്ത്യനാളിൽ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു ഫസാദായിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ലക്ഷണം, അവിടുന്ന് അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം. അതെന്താണ്? ഞങ്ങൾ ഖുർആനികളാണ്, ഞങ്ങൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഖൗമ് വരും. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആൻ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹം വരും. അതാ ലോകത്തത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ എത്രത്തോളം ഒരു മുസ്ലിം ആദരിക്കേണ്ടതുണ്ട്. ഖുർആൻ മനസ്സിലാക്കപ്പെടണമെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഗ്രാഹ്യമാകണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഹദീസുകൾ. കാരണം ഖുർആൻ മാത്രം കൊണ്ട് ഒരാൾക്ക് ദീന് മനസ്സിലാകൂല. കാരണം ഈ ഖുർആനിനെ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം നബി തങ്ങളിൽ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തതാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണെന്ന് നബിയെ താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് നാം ഇത് ഇറക്കി തന്നിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനും കൊണ്ട് മുഴുവൻ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ ഒക്കില്ല. ഇന്നും അതാ അഹ്ലുൽ ഖുർആനികൾ എന്ന് പറയുന്ന കക്ഷികളുണ്ട്, കേരളത്തിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ഖുർആനിന്റെ ആളുകളാണെന്നവർ സ്വയം പേരിടുന്നു. ഞങ്ങൾ അഹ്ലുൽ ഖുർആൻ സൊസൈറ്റിയാണെന്നാണ് അവർ പറയുന്നത്. ഖുർആനിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, ഹദീസുകളൊക്കെ നുണയാണ്, അതൊക്കെ കെട്ടിയുണ്ടാക്കിയതാണ്, ഖുർആനിലുള്ളത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന കക്ഷികൾ ലോകത്തുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ അവർ പുച്ഛിക്കുകയാണ്. ഹദീസ് തീരെ സ്വീകരിക്കൂല എന്ന് പറയുന്ന ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും ഹദീസ്, ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, പക്ഷേ ഞങ്ങളൊരു ഹദീസ് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. അതെന്താ? ഞങ്ങളൊരു ഹദീസ് ഇങ്ങനെ വായിക്കും, വായിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ ബുദ്ധിയുടെ മൂശയിലിട്ടൊന്ന് കറക്കും ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുമോ എങ്കിൽ ഖബിൽനാഹു, ഞങ്ങളത് സ്വീകരിക്കും. അതല്ല ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കില്ലയോ ഞങ്ങൾ തട്ടും. അങ്ങനെ സഹീഹുൽ ബുഖാരിയിലടക്കം 60 ഹദീസ് ഞങ്ങൾ തട്ടും എന്ന് പറയുന്ന വിദ്വാൻമാരുണ്ട്.
അതാ അത്ര ഹദീസുകൾ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ബുദ്ധിക്ക് യോജിക്കൂല പോലും. ഇന്നലെ വന്ന ഇവന്റെ ബുദ്ധിക്ക് യോജിക്കൂല പോലും. അതാ എത്രയോ വർഷങ്ങളായി മുസ്ലിം ലോകത്തൊരഭിപ്രായ വ്യത്യാസമില്ലാതെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും അതാ ഇജ്മാ എന്ന നിലക്ക് അംഗീകരിച്ച കാര്യങ്ങൾ വരെ ഇവന്റെ ബുദ്ധിക്ക് യോജിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു. അങ്ങനെ തന്റെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറയുന്ന തള്ളുന്നവർ, ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ജൂതന്മാര് കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറയുന്നവർ, ഖുർആൻ മാത്രം മതി അല്ലാത്തതൊന്നും വേണ്ട എന്ന് പറയുന്ന കേരളത്തിൽ ഒരാൾ ജീവിച്ചില്ലേ, ഒരു ചേകന്നൂര് മൗലവി. അയാളിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തോ ആകട്ടെ, ആളുടെ അനുയായികൾ ഇന്നും അതാ വസ്വാസുണ്ടാക്കുകയാണ് ജനങ്ങളോട്. അവർക്ക് അവർ പറയുന്നത് ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റൂല, ഖുർആൻ മാത്രം മതി. എന്നാൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്നാ നിങ്ങൾ നിസ്കരിക്കുക എങ്ങനെയാണ്? അതിന് മറുപടി പറയൂല, അതിനവർക്ക് മറുപടിയില്ല. അങ്ങനെ തോന്നിവാസം പറയും, അങ്ങനെ ഖുർആനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയും. വാസ്തവത്തിൽ മുസ്ലിമിന്റെ നയം എന്താണ്? അസ്സുന്നത്തു ഇദാ സബതത് ഫഇന്നൽ മുസ്ലിമീന കുല്ലുഹും മുത്തഫിഖൂന അലാ വുജൂബി ഇത്തിബാഇഹാ. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മുസ്ലിമിന്റെ നയം എന്തായിരിക്കണം? ഒരു സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത്, ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങളും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ്, അതിനെ പിൻപറ്റിക്കൊള്ളണം എന്ന്. അതിനെ പിൻപറ്റൽ നിർബന്ധമാണ്. ഖുർആൻ തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചോളണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അനുസരിച്ചോളണം എന്ന് പറയുന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു. പരിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറഞ്ഞല്ലോ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വല്ല കാര്യത്തിലും ഉണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് മാത്രം മടക്കണമെന്നല്ല, റസൂലിലേക്കും മടക്കണം. മുസ്ലിമീങ്ങളിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അല്ലാഹുവിലേക്ക് മാത്രം മടക്കണം എന്നല്ല, റസൂലിലേക്കും മടക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് പറയുന്നു, അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് അന്ന റദ്ദ ഇലർ റസൂലി, റസൂലിലേക്ക് മടക്കുക എന്ന് പറയുന്നത് ഹുവർ റുജൂഉ ഇലൈഹി ഫീ ഹയാതിഹി, അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തടുത്തേക്ക് മടങ്ങലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സഹാബത്തിന് എന്തെങ്കിലും തർക്കം വന്നാൽ അവര് അള്ളാന്റെ റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പരിഹാരം തേടലാണ്. എന്നാലോ ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷത്തുള്ള ആളുകൾക്ക്, ശേഷമുള്ള കാലക്കാർക്ക് ബാധകല്ലേ? ബാധകമാണ്. അവരുടെ കാലത്ത് തർക്കമുണ്ടായ റസൂലിലേക്ക് എങ്ങനെയാ മടക്കുക? വറുജൂഉ ഇലാ സുന്നതിഹി ബഅദ മമാതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഇനി മടക്കേണ്ടത് സുന്നത്തിലേക്കാണ്. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന് പോയി ചോദിക്കലല്ല. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ തർക്കത്തിലാണ്, ജീവിതകാലത്ത് അങ്ങയോടാ ഞങ്ങൾ ചോദിച്ചിരുന്നത്, ഇതാ ഇപ്പൊ അങ്ങ് വഫാത്തായിട്ടുണ്ട്, അങ്ങയുടെ ഹയാത്തും വമാത്തും ഒക്കെ ഖൈർ തന്നെയാണ്, ഒക്കെ ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങയോട് ജീവിതകാലത്ത് ചോദിച്ചിരുന്നത് പോലെ ഇതാ അങ്ങയുടെ ഖബറിന്റെ സമീപത്തും വന്നുകൊണ്ട് ചോദിക്കുന്നു. സഹാബത്താരും ചോദിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ കേൾക്കൂല, ഉത്തരം പറയാനും സാധിക്കൂല. അപ്പൊ അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് മാത്രമേ ഞാൻ മടക്കൂ, റസൂലുള്ളാഹിന്റെ ഹദീസ് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. എന്നാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അന്ത്യനാൾ വരുമ്പോ ഹദീസിന് വായിച്ചു കേട്ടാൽ തന്നെ ചിലർക്ക് അലർജിയ. ഹദീസോ ഒരു പുച്ഛം, ഒരു ഹദീസിന് കേട്ടാൽ അത് അവന് യോജിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതിനോട് അവന് താല്പര്യമില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടത്തിനൊപ്പിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ ഹദീസ് തള്ളണം. അത് ഈ കക്ഷികൾക്കൊക്കെ അറിയാം. ഖുർആനിനെ ഓരോരുത്തർക്കും ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അർത്ഥം വെച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിക്കണമെങ്കിൽ ഹദീസ് തള്ളണം എന്ന് ശത്രുക്കൾക്ക് അറിയാം. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച സൂത്രമാണെന്ത്? ഹദീസ് തന്നെയാണ് വേണ്ടെന്ന് പറയാം.
ഹദീസ് തന്നെയാണ് തള്ളുക. ഒരു ആയത്തിന് വിശദീകരണം അവർ സ്വന്തം വകയായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാ. അപ്പൊ നമ്മൾ പറയാണ് നിങ്ങളാ പറയുന്ന വ്യാഖ്യാനം കള്ള വ്യാഖ്യാനമാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരാണെന്ന് പറഞ്ഞാൽ ആ കക്ഷികൾ പറയും എന്ത് അതൊക്കെ നുണയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇത് അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത് ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടരെ കുറിച്ചതാ വലിയ മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് കേട്ടോളൂ. യൂശികു അൻ യഖുദ الرجل മുത്തഖിഅൻ അലാ അരീകതിഹി യുഹദ്ദസു ബിഹദീസിൻ മിൻ ഹദീസി ഫയഖൂലു ബൈനനാ വബൈനകും കിതാബുല്ലാഹ് ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാഹു വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാഹു അലാ വഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ല മാ ഹറമല്ലാഹ്. വളരെ ശാന്തമായി നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്ത് കണ്ടോ അള്ളാന്റെ റസൂല് പ്രവചിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? യൂശികു അൻ യഖുദ الرجل മുത്തഖിഅൻ അലാ അരീകതിഹി. അതാ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അന്നതാ ഒരാൾ അവന്റെ സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. വലിയ മുതലാളിയാണ് എന്നർത്ഥം. വലിയ മുതലാളിയാണ്. മുതലാളി സോഫയിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം ഷബ്ആൻ അവൻ വയറൊക്കെ നിറഞ്ഞ് ബുദ്ധിമുട്ടൊന്നുമില്ല, ദാരിദ്ര്യമൊന്നുമില്ല, അവന് സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ ഹോജയായിട്ട് വലിയ ആളായിട്ട് അവൻ അവന്റെ സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു മനുഷ്യനോട് യുഹദ്ദസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഒരു ഹദീസിൽ നിന്നൊരു ഹദീസ് അയാളോട് പറയപ്പെട്ടാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അങ്ങനത്തെ ഒരാളോട് എന്റെ ഒരു ഹദീസ് അവൻ ഓതി കേൾപ്പിച്ചാൽ, ഫയഖൂലു അപ്പോൾ അവൻ പറയും അഹങ്കാരത്തോടെ, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയ്ക്ക് വിധി പറയാൻ അള്ളാന്റെ ഖുർആൻ മാത്രം മതി, ഹദീസൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാഹു, അതിലെന്തൊക്കെ ഹലാലാണോ അതൊക്കെ ഹലാലായിട്ട് ഞങ്ങളും അംഗീകരിക്കാൻ തയ്യാറാണ്. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ, അതിൽ ഞങ്ങൾ ഹറാമായിട്ട് എന്തൊക്കെ കാണുന്നുവോ അതിനെ മാത്രമേ ഞങ്ങളും ഹറാമാക്കുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, എന്നാൽ അങ്ങനെയല്ല വേണ്ടത് ജനങ്ങളെ, അലാ അറിഞ്ഞോളണം, വഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ല മാ ഹറമല്ലാഹ്, അള്ളാന്റെ റസൂല് ഹറാമാക്കിയത് അള്ളാഹ് ഹറാമാക്കിയതിന് തുല്യം തന്നെ. എന്താ കാരണം? അള്ളാന്റെ റസൂൽ ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം ഹറാമാക്കൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് മിണ്ടൂല, ദീന് പറയൂല. വഹി കിട്ടിയതല്ലാതെ അള്ളാന്റെ റസൂല് ദീനിന്റെ കാര്യത്തിൽ മിണ്ടുന്നതല്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് കൊടുത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ ഹറാമാക്കുന്നതാണ്. അതുകൊണ്ട് അത് അള്ളാഹ് ഹറാമാക്കിയതിന് തുല്യം തന്നെ. എന്താ അതൊക്കെ ഇത്ര ഗൗരവത്തോടെ പറയാനുള്ളത് നമുക്ക് തോന്നുന്നുണ്ടോ? ഓരോ ആളുകളോടങ്ങ് സംസാരിച്ചു നോക്കി. കിബറന്മാര്, അഹങ്കാരികള് ഹദീസിനെ കുറിച്ച് എത്ര പുച്ഛമായ സംസാരിക്കുന്നതെന്നറിയോ? ഇമാം ബുഖാരി ജൂതന്റെ ഏജന്റാണ്, തോട്ടിലിടറോഗന്റെ ബുഖാരി എന്ന് പറയുന്ന കള്ളന്മാരുണ്ട്. മുസ്ലിമിന്റെ ഹദീസ് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ എന്ത് ഹദീസ് വലിച്ചെറിയടോഗന്റെ ഹദീസ് എന്ന് പറയുന്നവരുണ്ട്. ആ രൂപത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ ലോകത്തവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്, അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അഹ്ലുസുന്ന എന്നൊക്കെ അവരും പേരിട്ടുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ നുഴഞ്ഞു കയറുന്നുണ്ട്. ആ കൂട്ടർ വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് അവിടുന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അലാ നിങ്ങൾ അറിയണേ, ഇന്നി ഊതീതു ഹാദൽ കിതാബ വമിസ്ലഹു മഅഹു, ജനങ്ങളെ എനിക്ക് ഈ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, ഈ വേദഗ്രന്ഥം മാത്രമല്ല, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അത്രയും കൂടി എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ഖുർആൻ മാത്രമല്ല എനിക്ക് നൽകപ്പെട്ടത്, റസൂലുള്ള പറയുന്നു, അതിന്റെ അത്ര കൂടി എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണുള്ളത്? അതാണ് പ്രിയപ്പെട്ടവരെ സഹീഹായ ഹദീസുകൾ. എന്നിട്ട് അവിടെന്ന് പറയാണ്, അലാ യൂസികു റജുലുൻ ശബ്ആനു അലാ അരീകതിഹി,
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതാ തന്റെ സോഫമേലിങ്ങനെ നിറവേറുമായി ഇങ്ങനെ ചാരിയിരിക്കുന്ന ചില ആളുകൾ വരും. എന്നിട്ട് അവര് പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പിടിച്ചോ, അതിൽ കാണുന്ന ഹലാല് ഹലാലാക്കിക്കോ, അതിൽ കാണുന്ന ഹറാം ഹറാമാക്കിക്കോ, അതല്ലാത്തതൊന്നും ഇങ്ങോട്ട് പറയണ്ട, നിങ്ങളെ ഹദീസൊന്നും ഞങ്ങൾക്ക് പറയണ്ട. ഖുർആനുണ്ടോ അതോത്, ഖുർആനുണ്ടോ സിനിമ കാണാൻ പാടില്ല, ഖുർആനിലുണ്ടോ അതോത്, താടി പഠിക്കാൻ പാടില്ല, ഖുർആനിലുണ്ടോ അതോത്, സംഗീത ഹറാമാണ്, ഖുർആനിലുണ്ടോ അതോത്. ഇങ്ങനെ ഓരോന്നോരോന്ന് അവന് പറ്റുന്നതിനൊക്കെ ഖുർആൻ വേണം. എന്തിനും അവൻ ഖുർആനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ അവനവന്റെ പാർട്ടി പക്ഷപാതിത്വത്തിന് വേണ്ടി താൻ സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായത്തിന്റെ പിടിവാശിയിൽ നിന്ന് മാറാതിരിക്കാനുള്ള ഏറ്റവും വലിയ ആ പിടിവാശി നിലനിർത്താൻ വേണ്ടി ഹദീസ് തള്ളുന്നവരുണ്ട്. അവരോട് ഹദീസ് ഓതിക്കൊടുത്താൽ അവർക്ക് പുച്ഛമാണ്. ആ ഹദീസുകൾ കേൾക്കുന്നത് പോലും അവർക്ക് അലർജിയാണ്, അവർക്ക് വല്ലാത്ത വിഷമമാണ്. ഇന്നത്തെ സമുദായം ഹദീസ് നിഷേധികളായിട്ട് പേരിലറിയപ്പെടണ്ട. ഹദീസിനെ കേൾക്കുമ്പോ പലതും തള്ളുന്ന കൂട്ടരുണ്ട്. അവർ അഹ്ലുൽ ഖുർആൻ എന്നുള്ള സംഘടനയിലെ മെമ്പർമാരൊന്നല്ല. വേണമെങ്കിൽ അവര് മുജാഹിദുകള്, അതല്ലെങ്കിൽ ഇസ്ലാഹി പ്രവർത്തകന്മാരെന്നൊക്കെ തന്നെ അറിയപ്പെടും. പക്ഷേ അവർക്ക് അലർജിയായ ഹദീസ് കേൾക്കുമ്പോ വലിയ വിഷമാണ്. അതവര് സ്വീകരിക്കൂല, അതവര് തള്ളിക്കളയും. തന്റേതായ ദേഹത്തേക്ക് വിരുദ്ധമായി ഒരു ഹദീസ് കണ്ടാൽ അതവൻ തള്ളിക്കളയുന്നു. ആളുകൾക്ക് മുമ്പിൽ ഞാൻ സ്വീകാര്യനാകണം, ഞാൻ ഇന്ന ഹദീസ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ എന്നെ വെറുക്കില്ലേ എന്ന് പേടിച്ചുകൊണ്ട് ഹദീസ് തള്ളുന്നവരുണ്ട്. അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട്. അതാ ധാരാളം ഹദീസുകൾ. അതാ ഉദാഹരണത്തിന് നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്ത്, ഒരു ഈച്ച, നിങ്ങൾ കഴിക്കുന്ന പാനീയത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ അതിനെ മുക്കിയെടുക്കണം എന്നാണ് ഹദീസ്. ഈച്ച പാനീയത്തിൽ വീണാൽ, കുടിക്കുന്ന വെള്ളത്തിൽ ഈച്ച വീണ അതിനെ മുക്കിയിട്ടെടുത്ത് പുറത്തേക്കിടണം. അയ്യയ്യേ എന്നാ പറയുന്നതാണ്. അയ്യയ്യേ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിന്റെ ഒരു ചിറകിൽ രോഗമുണ്ട്, മറ്റേ ചിറകിൽ ആ രോഗത്തിനുള്ള മരുന്നുണ്ട് എന്നാണ്. സഹീഹായ ഹദീസാണ്. ചില ആൾക്കാർക്ക് ബുദ്ധിക്ക് യോജിക്കുള്ള അയ്യയ്യേ ഇതൊന്നൊരു മതാണ്, ഈച്ച വീണാ പിന്നെ വേഗം അതിനെടുത്ത് ഒഴിവാക്കുക എന്നല്ലാതെ ഒന്നുകൂടി മുക്കുക, ഇത് ഞങ്ങൾ സ്വീകരിക്കൂല, ഇത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കൂല, തട്ട് നിന്റെ ബുഖാരി ഒന്നും ഇവിടെ പറയേണ്ട, ഹദീസൊന്നും ഇവിടെ പറയേണ്ട. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. എന്നാൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വരെ സമ്മതിച്ചു കഴിഞ്ഞു, ഈച്ച ഒരു ചിറകിൽ രോഗാണുക്കളെയും മറുചിറകിൽ അതിനുള്ള ആന്റിബയോട്ടിക്കുമായിട്ടാണ് നടക്കുന്നത്, അതിനുള്ള മരുന്നുമായിട്ടാണ് ഈച്ച നടക്കുന്നത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം. ഇതാര് പറഞ്ഞതാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടച്ചവൻ നൽകിയ വഹയാണ്. അതിന്റെ ഒരു ചിറക് കുത്തി വീഴുമ്പോ അതിൽ രോഗാണുക്കളിലൂടെ ചിറക് കുത്തിയിട്ടാ വീഴുന്നത്, എങ്കിൽ അതിന്റെ മരുന്നും കൂടെ ആവണം, ഒന്ന് മുക്കിയെടുക്കാനാ പറയുന്നത്. അംഗീകരിക്കാൻ കഴിയുന്നില്ല. സിഹിർ സംബന്ധമായ ഹദീസുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല ചിലർക്ക്. കണ്ണേറ് സംബന്ധമായ ഹദീസുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. വേറെയും ഉദാഹരണങ്ങൾ. പല്ലി എന്ന ക്ഷുദ്രജീവിയെ കൊല്ലാൻ ഹദീസിൽ കൽപ്പനയുണ്ട്, ചിലർക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമത സംഗീതം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, മദ്യത്തിന്റെ പോലെ. മദ്യത്തോടൊപ്പം അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ കൂടെ എണ്ണി പറഞ്ഞു സംഗീതോപകരണങ്ങൾ, വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ, മദ്ദളം, വീണ, ഗിറ്റാറ്, അതുപോലെ തന്നെ തബല, എന്തൊക്കെ സംഗീതോപകരണങ്ങളുണ്ടോ ആ സംഗീതോപകരണങ്ങളെയൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കി. അതങ്ങോട്ട് പറയുന്നത് കേട്ടാൽ തന്നെ ചില ആൾക്കാരുടെ മുഖം അങ്ങോട്ട് വീർക്കുകയാണ്. പറയുന്നവനോട് ഭയങ്കര ദേഷ്യം, അവനോട് ഭയങ്കര പുച്ഛം. ഇയാൾക്ക് ഇതല്ലാതെ പറയാനില്ലേ? ഇവരൊക്കെ ഈ ലോകത്ത് ജീവിക്കേണ്ടവനാണോ? എടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാ പറഞ്ഞത്, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് മുസ്ലിം പ്രബോധകന്മാര് നാടൊട്ടാകെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുന്നതാ. നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് പറ്റൂലെങ്കിൽ ഞാൻ പുറത്തു പോകുക എന്നതല്ലാതെ ഇസ്ലാമിന്റെ ഒരു കാര്യത്തെ കൊച്ചാക്കാൻ എനിക്ക് അധികാരമില്ല. മനസ്സിലാക്കണം. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. താടി വളർത്തണം എന്ന് പറഞ്ഞാൽ പുച്ഛം, താടി വടിക്കരുത്, അതെവിടെയാണ്? ആയത്തോദന ഹദീസോദന, ആയത്തോദന ഹദീസോദന, എവിടെ? എത്രത്തോളം 10-16ഓളം ഹദീസുകളിൽ കൽപ്പനയാണ് താടി വളർത്തണം, മീശ വെട്ടണം, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, എന്റെ ഭാര്യക്ക് ഇഷ്ടമല്ല.
ഉമ്മാക്ക് ഇഷ്ടല്ല. ഉമ്മ പറയണ, മോനെ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എത്രയാ പ്രായം തോന്നിക്കുന്നത് മോനെ. ഭാര്യയ്ക്ക് ഇഷ്ടല്ല. എടോ, ഈ ഭാര്യയുണ്ടാകുമോ നിന്റെ പരലോകത്ത്? ഈ ഉമ്മയുണ്ടാകുമോ? ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ആ ഹദീസ് കേൾക്കുമ്പോ അലർജി. അയ്യേ, അത് ശരിയാവില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തല്ലേ? അയ്യേ, മൊല്ലപ്പാൻറ് ഉടുക്കണമെന്ന് പറയുന്നു. ശരിയല്ല. അങ്ങനെ താടി വളർത്തുന്ന, നിര്യാണിക്ക് മുകളിൽ വസ്ത്രമുടുക്കുന്ന അതുപോലെയുള്ള ആളുകളെ പരിഹസിക്കാൻ ഇസ്ലാമിക സംഘടനകൾ വരെ പേനയുടെ മഷി ചെലവഴിക്കുന്ന കാലഘട്ടം. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവരുടെ പ്രബോധനത്തിൽ പച്ചയായി എഴുതി ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും. ഒന്നാം പരിഹാസം എന്തിന്റെ നേരെ? ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും. മനസ്സിലാക്കണം. നിര്യാണിക്ക് മീതെ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും. എന്റെ വാക്കല്ല, ജമാഅത്തുകാരന്റെ വാചകമാ പറയുന്നത്. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്തിനെയാ പരിഹസിച്ചത്? നിര്യാണിക്ക് നീല വസ്ത്രമെടുക്കണം എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ പരിഹസിക്കുന്നവർ. മഹ്ശറിൽ നരകത്തിന്റെ നീരെ നാട്ടപ്പെട്ടിട്ടുള്ള ഒരു പാലമുണ്ട് ജനങ്ങളെ. ആ പാലത്തിലൂടെ അതിവേഗതയിൽ കടക്കാൻ കഴിഞ്ഞവനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, കത്തുന്ന നരകത്തിന്റെ മുകളിൽ വലിയ ഒരു പാലമോ അത് കരിഞ്ഞു വീഴില്ലേ? ബുദ്ധി കൊണ്ടളക്കുകയാണ്. സൽക്കർമ്മങ്ങൾ തൂക്കുന്ന തുലാസുണ്ട് പരലോകത്തെന്ന് പറഞ്ഞാൽ, കർമ്മങ്ങൾ തൂക്കാൻ ഒരു തുലാസോ? ഇതെന്താ ചക്കരയോ കൊപ്പരയോ? പരിഹസിക്കുന്നയാളുകൾ എവിടെ എത്തിപ്പോയി? ഈ രൂപത്തിൽ ഇസ്ലാമികമായ ഒട്ടേറെ കാര്യങ്ങളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കണം, അവരും ഹദീസുകളെ കൊച്ചാക്കുകയാണ്. കാരണം എന്താ? തനിക്കിഷ്ടല്ലാത്ത ഹദീസ് കണ്ട അപ്പത്തട്ടി. ഇത് ജൂതന്റെ സമ്പ്രദായമായിരുന്നു. അവർ യുമിനൂന ബിബഅദിൽ കിതാബി വയക്ഫുറൂന ബിബഅദിൻ. അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കും, ചിലത് വിശ്വസിക്കും, ചിലത് തള്ളും. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ്ഫ വലാ തത്തബിഉ ഖുതുമാത്തിശ് ശൈത്താൻ. ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കാനാ പറഞ്ഞത്. എനിക്കിഷ്ടമുള്ളടത്ത് ഞാൻ മുസ്ലിം ആകാം, എനിക്കിഷ്ടമില്ലാത്തടത്ത് ഞാൻ മുസ്ലിം ആകാതിരിക്കാം. ശരിയല്ല. ഖുർആനിലും ഹദീസിലും ഖുർആനിൽ വന്നത്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് അംഗീകരിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആർക്കിഷ്ടമല്ലെങ്കിലും അത് ഭാര്യയുടെ ഇഷ്ടം നോക്കിയിട്ടും ഭർത്താവിന്റെ ഇഷ്ടം നോക്കിയിട്ടും ബാപ്പന്റെയും ഉമ്മന്റെയും ആങ്ങളമാരുടെയും പെങ്ങന്മാരുടെയും അയൽക്കാരുടെയും നാട്ടുകാരുടെയും ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും പാർട്ടി ലീഡർമാരുടെയും നയവും ചിരിയൊന്നും നോക്കിയിട്ടല്ല ഇസ്ലാം നിശ്ചയിക്കേണ്ടത്. ഞാൻ മുഴക്കുന്ന മുദ്രാവാക്യം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ അതിനോട് കൂറ് പുലർത്തണം. നമ്മുടെ നേതാവ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പക്ഷേ അതൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർആനുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞ് ഹദീസിനെ ഭാഗികമായോ പൂർണ്ണമായോ നിഷേധിക്കുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഏറ്റവും വലിയ നാശത്തിന്റെ കാലഘട്ടമായിരിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ നാം വളരെയേറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ലോകത്തക്ഷരം വരി ഇപ്പോഴും പുലർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തന്റെ ഇടവും ഇഖ്ലാസുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക. അങ്ങനെ ജീവിക്കുവാൻ സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒട്ടേറെ ഇതുപോലെയുള്ള അടയാളങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ അല്ലാഹുവിന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്കിനിയും വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ
അവന്റെ ദീനിൽ അടിയുറച്ച് മുന്നേറുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.